ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തിപ്പൊടി കഴിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-20 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കച്ചെമ്മീനാണ്. ഒരു 100 ഗ്രാം ഉണക്കച്ചെമ്മീൻ ഇതേപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഇനി ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു 3 നാളികേരം ചെറിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. നന്നായിട്ട് നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതും നമ്മൾ ഇതേപോലെ തന്നെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഒരു 3-4 പീസ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള കുറച്ച് വാളമുളയും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എല്ലാം ചൂട് നന്നായിട്ട് അറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം വേണം നമ്മൾക്ക് മറ്റുള്ള ചേരുവകൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ മുളക് നമ്മളിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചെമ്മീനും മുളകും ഒക്കെ നല്ല ഫൈൻ പൗഡറാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ആ വറുക്കാനെടുത്ത് ചീനച്ചട്ടിയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഈ സെയിം ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ച നാളികേരം 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ഫൈൻ പൗഡറാക്കിയൊന്നും എടുക്കണ്ട. നമ്മൾ ചമ്മന്തിപ്പൊടി എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ തരികളുണ്ടാവും അല്ലേ? അപ്പോൾ ആ രീതിയിൽ മതി നമ്മളത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ പുളിയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ വറുത്ത് വെച്ച സെയിം ചീനച്ചട്ടിയിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ചൂടാക്കൊന്നും വേണ്ട, എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയായി.